ഓപ്പറേഷൻ പിടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ. അപ്പോൾ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരിയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് കേട്ടു നോക്കണം കേട്ടോ. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് കീർത്തിദാസ്. എൻ്റെ പേര് മഞ്ജു. മഞ്ജു. എവിടെ സ്ഥലങ്ങൾ രണ്ടുപേരും? നമ്മൾ തൊടുപുഴ, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താ ചെയ്യുന്നതിന്? നമ്മളിവിടെ പേവിഷബാധയ്ക്കുള്ള വാക്സിനേഷൻ ചെയ്യുകയാണല്ലേ? മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ വെച്ചിട്ട് ഇവർക്ക് നമുക്ക് മാക്സിമം അവർക്ക് പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ കൊടുക്കുക. പക്ഷേ മറ്റു പെട്ടുകൾ കടിച്ചാൽ പോലും പേവിഷം ഉണ്ടാകാതിരിക്കാനും അവര് നമ്മളെ കടിച്ചാലും നമ്മൾ സേഫ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വാക്സിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരുണ്ട്, പിന്നെ എല്ലാം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള റെപ്പൻഡുണ്ട്. അപ്പോൾ അവരാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. നമ്മൾ പട്ടീനെ പിടിച്ചു കൊടുക്കുന്നു, വാക്സിനേഷൻ ചെയ്യുന്നു, സ്പോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു വിടുന്നു. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെയിന്റ് അടിക്കുന്നുണ്ട്. കാരണം പിടിച്ച പട്ടീനെ തന്നെ. ചേട്ടാ, കഴിഞ്ഞ ദിവസമേ നമ്മളെ മൂവാറ്റുപുഴയിൽ ഒരു പട്ടി പേവിഷം ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ഓളം ആൾക്കാരെ കടിച്ചു എന്നും പറഞ്ഞൊരു ന്യൂസ് കേട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങളത് വാർത്ത കാണുകയാണ്. അല്ല, നിങ്ങളാണോ അത്? പിന്നെ അത് വേറൊരു ഒന്നുമല്ല. നമുക്ക് വാക്സിനേഷൻ പ്രോപ്പർ ആയാൽ തന്നെ നമുക്ക് പേവിഷബാധയിൽ നിന്ന് ഒരു 60% കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ വന്ധീകരണം, മെയിനായിട്ടും വന്ധീകരണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വന്ധീകരണം ഉണ്ടെങ്കിൽ ഇവരുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ പറ്റും. വാക്സിനേഷൻ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതെ അല്ലേ? വന്ധീകരിച്ചാലാണ് അവരെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. മൃഗങ്ങളും നമ്മളും സേഫ് ആകുക. അത്രേ ഉള്ളൂ അല്ലേ?